ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പറഞ്ഞിരുന്നു, സെക്കൻഡ് പറഞ്ഞു, തേർഡ് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാം. പ്രസന്റ് സിമ്പിൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഹി, ഷീ, ഇറ്റ്, നെയിം. ഈ സബ്ജക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഈ സബ്ജക്ട്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ എന്താണ് എസ് ഫോം ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ വരുന്ന ഓക്സിലറി എപ്പോഴും എസ് ആയിരിക്കും. പ്ലൂറൽ ഐ, യു, ദേ, വി. ഇതിന്റെ കൂടെയൊക്കെ വരുന്ന ഓക്സിലറി പ്രസന്റ് ഫോം ആണ്. സബ്ജക്ട് ഒരു വെർബ് വെക്കുന്നത് പ്രസന്റ് ഫോം ആയിരിക്കും. ഇതിന്റെ കൂടെ വരുന്ന ഓക്സിലറി എപ്പോഴും ഡു ആയി. ഇങ്ങനെയാണ് പ്രസന്റ് സിമ്പിൾ നിയമം. അതാണ് ഒരു കാര്യം ചെയ്യുന്നു, ചെയ്യാറുണ്ട്. അതാണ് മലയാളം. അതാണേ ഒരു കാര്യം ചെയ്യുന്നു സ്ലാഷ് ചെയ്യാറുണ്ട്. ഈ ചെയ്യുന്നു ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൽ ഡസ് ഡു, അത് വെച്ചിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഇൻട്രോഗേറ്റീവ്സ്. ഡസ് ഷീ കം ഹിയർ, അവൾ ഇവിടെ വരാറുണ്ടോ? ഡു യു ഗോ ദർ. കണ്ടോ, നീ ആകുമ്പോഴേക്ക് അത് മാറി, ഡസ് അല്ല ഡു ആണ്. ഡു യു ഗോ ദർ. യു ആകുമ്പോഴേക്ക് ഡു ആയി, കണ്ടില്ലേ? അതുപോലെ തന്നെ ഡസ് ഹി സ്ലീപ്പ് വെൽ, കണ്ടോ, ഈ ആകുമ്പോൾ സ്ലീപ്പ് ഡസ് ആയി. അതാണ് സബ്ജക്ട് സിംഗുലർ ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഡസ് ആണ് മുമ്പിൽ വെക്കേണ്ടത്. പ്ലൂറൽ ആണെങ്കിൽ യു ആണ്, എന്താണ് ഡു ആണ് വെക്കേണ്ടത്. ഡു യു കം ഹിയർ, ഡു യു കം ഹിയർ, ഡു യു കം വിത്ത് മീ, ഡു ദേ കം ഹിയർ. ഡു ദേ കം ഹിയർ, അവർ ഇവിടെ വരാറുണ്ടോ. അതാണ് അവർ ഇവിടെ വരാറുണ്ടോ. ഡസൻ ഷീ ഗെറ്റ് അപ്പ് ഏർലി, അവൾ നേരത്തെ എഴുന്നേൽക്കാറില്ലേ. ഡസൻ ഷീ ഗെറ്റ് അപ്പ് ഏർലി, അവൾ നേരത്തെ എഴുന്നേൽക്കാറില്ലേ. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ടോ. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ടോ. നിങ്ങൾ ഇതിലെ ഡു യു സ്പീക്ക് ആൻ ഇംഗ്ലീഷ്. അവർ ക്രിക്കറ്റ് കളിക്കാറില്ലേ. കേട്ടോ, ദേ ആണ്. ഇപ്പൊ ഡോണ്ട് ദേ, കേട്ടോ, ഡു നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്. ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്. നീ ബസ്സിൽ യാത്ര ചെയ്യാറില്ലേ. ഡോണ്ട് യു ചെയ്യാറില്ലേ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആണ്. ഡോണ്ട് യു ട്രാവൽ ബൈ ബസ് ഓർ ഇൻ ദ ബസ്. അതുപോലെ തന്നെ ഇത് വരുന്ന സമയത്ത് രാജു ഓഫീസിൽ വരുന്നില്ലേ. ഡസന്റ് രാജു കം ടു ഓഫീസ്. ഡസന്റ് രാജു കം ടു ഓഫീസ്. ഡസന്റ് ഷീ റൈറ്റ് ദ PSC എക്സാമിനേഷൻ. ഡസന്റ് ഷീ റൈറ്റ് ദ PSC എക്സാമിനേഷൻ. മനസ്സിലായോ? ഇതൊക്കെ എങ്ങനെയാണെന്ന് വരും. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം, ഗുഡ് ഇംഗ്ലീഷ് സംസാരിക്കണം. ഇത് വെച്ചോണ്ട് ഇപ്പോൾ ഷീ റൈറ്റ്സ് ദ PSC എക്സാമിനേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ചോദിച്ചതാണ്, അവൾ PSC പരീക്ഷ എഴുതാറുണ്ടോ എന്നാണ് ഉദ്ദേശിച്ച് ചോദിക്കുന്നത്. എങ്ങനെയാ ഷീ റൈറ്റ്സ് ദ PSC എക്സാമിനേഷൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദ്യമാകുമോ? ഡസ് ഷീ റൈറ്റ് ദ PSC എക്സാമിനേഷൻ, ഡസൻ ഷീ റൈറ്റ് ദ PSC എക്സാമിനേഷൻ, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതൊരു ഇൻട്രോഗേറ്റീവ്സ് ആണ്, ഓക്സിലറി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇത് മനസ്സിൽ വേണേ, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻ വേർഡ് മനസ്സിലായോ? ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വട്ട്, വിച്ച്, വെന്ന്, വേർ, വൈ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചോദ്യമാണ് ഡസ് ഓക്സിലറി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പറയാം. ഓക്കെ, അപ്പോ അവൻ എന്ത് ചെയ്യുന്നു. കേട്ടോ, ഒരു കാര്യം ചെയ്യുന്നു, ഇതിലാ വരിക എന്ത് ചെയ്യുന്നു. അവൻ എന്ത് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കേണ്ട ഓർഡർ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഓർഡർ ഉണ്ട്. എന്താ? ക്വസ്റ്റ്യൻ വേർഡ് ഓർഡർ, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വെക്കണം, പിന്നെ ഓക്സിലറി വെക്കണം, പിന്നെ സബ്ജക്റ്റ് വെക്കണം, പിന്നെ വെർബ്, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട് അത് വെക്കുക, അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ട നിയമം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കേണ്ട നിയമം. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു. കേട്ടോ, അപ്പൊ അവൻ എന്നുള്ള ആദ്യം തന്നെ ഹീന്ന് നിങ്ങൾ വെക്കാൻ പാടില്ല. കാരണം ആ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മലയാളത്തിൽ ഇങ്ങനെയൊക്കെ വരും, അവൻ അവൾ എന്നൊക്കെ ആദ്യം വരിക.
പക്ഷെ അതിലെ ക്വസ്റ്റ്യൻ വേർഡ് വെക്കണം. ഇതിലെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? അവൻ എന്ത് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ക്വസ്റ്റ്യൻ വേർഡ് ഇതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡാണ് ആദ്യം വെക്കേണ്ടത്. മലയാളത്തിൽ ആദ്യം വരില്ല. എന്ത് അവൻ ചെയ്യുന്നു എന്നൊന്നും ചോദിക്കില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ അവൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിക്കും. അവൻ എന്ത് ചെയ്യുന്നു. അപ്പൊ അതാ ക്വസ്റ്റ്യൻ വേർഡ്. വാട്ട്. പിന്നെ ഓക്സിലറി. വാട്ട്. ഓക്സിൽ വെക്കുമ്പോൾ നോക്കണം എന്താ? സബ്ജക്റ്റ് നോക്കണം. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, ആരാണെന്ന് നോക്കണം. സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ എസ് ഫോം ചേർക്കണം, പ്ലൂറൽ ആണെങ്കിൽ പ്രസന്റ് ഫോം. അങ്ങനെയല്ലേ? അപ്പൊ സിംഗുലറിന്റെ കൂടെ ആണെങ്കിൽ ഓക്സിലറി ഏതാണ് വരിക? ഡസ് ആണ് വരിക. അതായത് ഹി, ഷീ, ഇറ്റ്, നെയിം, അതിന്റെ കൂടെ ഓക്സിലറി വരുന്നത് ഡസ് ആണ്. ഐ, യു, ദേ, വി പ്ലൂറലാണ്. അതിന്റെ കൂടെ വരുന്ന ഓക്സിലറി ഡു ആണ്. ഈ ഒരു ഒറ്റ ടെൻസിലെ നിയമമാണ് പറയുന്നത്. പ്രസന്റ് സിമ്പിൾ. സിമ്പിൾ പ്രസന്റിലെ മാത്രം നിയമമാണ് പറയുന്നത്. അപ്പൊ വാട്ട്. ഇനി ഓക്സിലറി ഏതാന്ന് കിട്ടിയതാ? ഓക്സിലറി നോക്കുമ്പോ അവൻ, ഹി ആണ്. അപ്പൊ എന്താ വരിക? ഡാസ്. പിന്നെ സബ്ജക്റ്റ് ഹി. പിന്നെ വെർബ്. വെർബ് ഏതാണ്? ഡസ്, ഡു പ്ലസ് പ്രസന്റ് എന്ന് അതിന്റെ നിയമം. സിമ്പിൾ പ്രസന്റിന്റെ നിയമം ഡസ്, ഡു പ്ലസ് പ്രസന്റ് ആദ്യത്തെ ഫോമാണ്. അപ്പൊ ഡസോട് ഒരു വരിയിൽ വന്നാൽ പിന്നെ പ്രസന്റ് വെക്കാൻ പാടില്ല. വാട്ട് ഡസ് ഹി, ചെയ്യുക എന്നുള്ള വേർഡ് ഡസ്. ഡു, ഡു, ഡിഡ്, ഡൺ, അതാണ് മൂന്ന് ഫോം. ഡു, ഡിഡ്, ഡൺ, അതല്ലേ മൂന്ന് ഫോം. അപ്പൊ ചെയ്യും. ഇത് ഓക്സിലറി, ഇത് വെർബാണ്, ഇത് ഓക്സിലറി ആണ്. അപ്പൊ ഡു, ഡിഡ്, ഡസ് രണ്ട് കാര്യമുണ്ട്. ഡു, ഡിഡ്, ഡസ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഉള്ളൂ. വെർബ് എന്ന് പറയുമ്പോൾ ഡു, ഡിഡ്, ഡൺ. പിന്നെ എസ് ഫോം ഡസ്, ing ഫോം ഡൂയിങ്. അങ്ങനെ ഡസ്, ഡൂവിന്റെ സാധനം ശ്രദ്ധിക്കണം. അത് ഓക്സിലറി ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അത് വെർബും കൂടിയാണ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ചെയ്യുക എന്നുള്ളതിന് ആദ്യത്തെ ഫോമാണ് ഞാനിവിടെ വെച്ച ഡു. മനസ്സിലായോ? ഓക്കെ. വാട്ട് ഡസ് ഹി ഡു. അയാൾ എന്ത് ചെയ്യുന്നു. അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്. വാട്ട് ഡസ് ഹി ഡു. അടുത്തത് അവൾ എങ്ങനെ ജോലി ചെയ്യുന്നു. അതാണ് അവൾ എങ്ങനെ ജോലി ചെയ്യുന്നു. അവൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതാണ്. ജോലി ചെയ്യുന്നവരുടെ വേർഡ് അറിയാലോ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തതിൽ ഡു ജോബ്, ഡൂയിങ് ജോബ് ഒന്നും പറയരുത്. ജോലി ചെയ്യുന്നതിന് വർക്ക് എന്നാ പറയുക. വർക്ക്, വർക്കഡ്, വർക്കഡ്, വർക്ക്സ്, വർക്ക്, അങ്ങനെ 5 ഫോം. ഓക്കെ. അവൾ എങ്ങനെ ജോലി ചെയ്യുന്നു. എങ്ങനെ. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വെക്കണതാ. ഏതാ ക്വസ്റ്റ്യൻ വേർഡ്? ഹൗ. അതാണ് ക്വസ്റ്റ്യൻ വേർഡ്. എങ്ങനെ. പിന്നെ പ്രസന്റ് സിമ്പിൾ ആയതുകൊണ്ട് ഓക്സിലറി ഡസ്, ഡു. ഏതാ ആളെ നോക്കണം. അവൾ, ഷീ ആണ്. അപ്പൊ ഷീ ആണെന്നൊരു ഓക്സിലറി എന്താ വരിക? ഡസ്. ഹൗ ഡസ് ഷീ. പ്രസന്റ്. ഹൗ ഡസ് ഷീ വർക്ക്. അവൾ എങ്ങനെ ജോലി ചെയ്യുന്നു. ഹൗ ഡസ് ഷീ വർക്ക്. ഇത് ഈ മെത്തേഡ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ കുറെ എഴുതി ഉണ്ടാക്കാൻ പോകും. ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ, നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷ് കൃത്യമായിട്ട് സംസാരിക്കണമെന്നും ഗുഡ് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് ഞാൻ വിശദമായിട്ട് അതിനെപ്പറ്റി പറയും. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇതേമാതിരി തന്നെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചായിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 1-2 മാസമായിട്ട്. ഓക്കെ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് 2-3 എണ്ണം. അപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് ഓപ്പൺ ആവാത്തത്. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ആ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീ ട്രയലുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ ഫ്രീ ട്രയൽ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും 8:15, 8:30, 15 മിനിറ്റ്. അതിൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് അതൊക്കെ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കയറാം. ഫ്രീ ട്രയലാണ്, ഇതുപോലുള്ള ക്ലാസ്സുകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ. അവൻ എങ്ങനെ ജോലി ചെയ്യുന്നു. ഹൗ ഡസ് ഷീ വർക്ക്. അവൾ എങ്ങനെ ജോലി ചെയ്യുന്നു. ഹൗ ഡസ് ഷീ വർക്ക്. അവൾ എന്ത് പറയുന്നു. അവൾ എന്ത് പറയുന്നു. അവൾ എന്ത് പറയുന്നു. വാട്ട് ഡസ് ഷീ സേ. അവൾ എന്ത് പറയുന്നു. വാട്ട് ഡസ് ഷീ സേ. അവൾ എന്ത് പറയുന്നു. ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ സിംഗുലർ ആട്ടോ എഴുതിയത്. ഇത് നമ്മൾ പ്ലൂറൽ എഴുതി നോക്കാലോ അല്ലേ. അവർ എങ്ങനെ യാത്ര ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചോദിക്കേണ്ടത്. അവർ എങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പൊ ഹൗ. എങ്ങനെ. അവർ യാത്ര ചെയ്യുന്നു. ഹൗ. അവർ ആയതുകൊണ്ട് ഡു ആണ്, ഡസ് വെക്കൂല. അവർ എങ്ങനെ യാത്ര ചെയ്യുന്നു. ഹൗ ഡു ദേ ട്രാവൽ. കേട്ടോ. ഡസോട് വന്നപ്പോൾ പ്രസന്റ് ഫോം ഇവിടെ വരാൻ പാടുള്ളൂ. ഹൗ ഡു ദേ ട്രാവൽ. അവർ എങ്ങനെ ജോലി, എങ്ങനെ യാത്ര ചെയ്യുന്നു. നീ എന്ത് തിന്നുന്നു. ഒരു കാര്യം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഈ ടെൻസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. മറ്റേ ടെൻസുകളൊക്കെ പിന്നീട് വരും. നീ എന്ത് ചെയ്യുന്നു. വാട്ട്. നീയാണേ യു. കണ്ടില്ലേ.
നീ എന്ന് പറയുമ്പോൾ യു ആണല്ലോ. അപ്പൊ യു ആകുമ്പോൾ ഏത് ഓപ്ഷനിൽ നോക്കട്ടെ? ഡു ആണ്. നീ എന്ത് തിന്നുന്നു? വാട്ട് ഡു യു ഈറ്റ്? ഇനി തിന്നുക എന്നുള്ളത് നിങ്ങൾ മാറ്റിയിട്ട് കഴിക്കുക. നീ എന്ത് കഴിക്കുന്നു എന്നാ ചോദിക്കുന്നത് വെച്ചോ. അപ്പൊ തിന്നുക എന്നുള്ളത് മാറ്റണം. തിന്നുക എന്നുള്ളത് മാറ്റി നിങ്ങൾ കഴിക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ കഴിക്കുക എന്നുള്ളത് ഹാവ് ആണ്. വാട്ട് ഡു യു ഹാവ്? നിങ്ങൾ എന്ത് കഴിക്കുന്നു? ഇത് വളരെ എളുപ്പമാണ്. ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എവിടെ പോകുന്നു? ഇപ്പൊ അങ്ങനെ ചോദിക്കേണ്ടത് വെച്ചോ. നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതാണ് സാധനം. നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ ചോദിക്കല്ലോ. വാ പോരി പോവാ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട്? വേർ. എവിടേക്ക് ഇന്നല്ലേ? വേർ ഡു വി. എന്താ വി വരാൻ കാരണം? ഡു വരാൻ കാരണം വി ആണ്, പ്ലൂറലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ദേവി വന്നു കഴിഞ്ഞാൽ ഡു ആണ്. ഹീ ഷീറ്റ് നെയിമാണ്, ഡസ് വെക്കുക. വേർ ഡു വി ഗോ? പ്രസന്റ് അന്നേരം വരുള്ളൂ. വേർ ഡു വി ഗോ? വേർ ഡു വി ഗോ? നമ്മൾ എവിടെ പോകുന്നു? ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ തന്നെ പറയല്ലോ കേട്ടോ. അവർ എപ്പോൾ എഴുന്നേൽക്കുന്നു? വെൻ. എപ്പോൾ? വെൻ ഡു ദേ വേക്ക് അപ്പ്? വെൻ ഡു ദേ വേക്ക് അപ്പ്? അവർ എപ്പോൾ എഴുന്നേൽക്കുന്നു? എവിടെ? എവിടെ വെച്ചിട്ട്? അവർ എവിടെ താമസിക്കുന്നു? അവർ എവിടെ താമസിക്കുന്നു? വേർ ഡു. അവർ ആയതുകൊണ്ട് ഡു വെച്ച്. വേർ ഡു ദേ ലിവ്? വേർ ഡു ദേ ലിവ്? അവർ എവിടെ താമസിക്കുന്നു? എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവർ എന്താ പറയാ? എന്തുകൊണ്ട് അവർ ഇവിടെ നിൽക്കുന്നു? അവർക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ? എന്തുകൊണ്ട് അവർ ഇവിടെ നിൽക്കുന്നത്? വൈ. അവറാണേ ദേ അല്ലേ? ദേ ആയതുകൊണ്ട് നമ്മൾ ഏതാ ഡു ആക്കാൻ പറ്റും. വൈ ഡു ദേ? പ്രസന്റ് ആണ് നമുക്കുണ്ട്. സ്റ്റാൻഡ് ഇവിടെ, ഹിയർ, HER. വൈ ഡു ദേ സ്റ്റാൻഡ് ഹിയർ? ഈ ഓർഡർ കഴിഞ്ഞിട്ട് പിന്നെ എന്തേ വരുന്നത്? അതാണ് ഡാഷ് ഇട്ട് കണ്ടില്ലേ? വെർബം കഴിഞ്ഞിട്ട് ഡാഷ്. ഇതുപോലെ ഹിയർ എന്നോ അതാർന്നോ ഒരുമാറുകൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വെക്കുക. ഓർഡർ ഇതാണ്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി സബ്ജക്റ്റ്, വെർബ്. 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 കണ്ടോ? ഇതെപ്പോഴും വരിക ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി സബ്ജക്റ്റ്, വെർബ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇംഗ്ലീഷ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിച്ചൊന്ന് റെഡി ആവാനുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അത് മെല്ലെ മെല്ലെ പറഞ്ഞ് ക്ലിയർ ആയി കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ വി ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു സ്പീച്ച് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഡു നോട്ട് സ്പെൻഡ് accurately their time. They spend time unnecessarily. Unknowingly. They use WhatsApps. They spend many times, hours on WhatsApp. What will they get? For some funny reasons. But if you want to speak in English very fluently, if you want to write in English exactly, you have to understand the fundamentals of English grammar. I say it in this same order. So, each and every person, whether he is qualified or not, it is not a question. Whether you are interested is the question. You should have an intense desire to learn this. If you have an intense desire to learn this, as Paulo Coelho said, the nature will conspire on you. The nature will conspire on you. In his book, The Alchemist, Paulo Coelho, in his book, The Alchemist, says, if your desire is intense, the nature will conspire. The nature will conspire on you. Likewise, അപ്പോൾ അത് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് ഉപയോഗം മനസ്സിലാക്കാനും അറിയാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ ഡസ് ഡു വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇൻട്രോഗേറ്റീവ്സ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്. അവരിവിടെ വരുന്നു, ഹി കംസ് ഹിയർ. അവൾ ഇവിടെ വരാറുണ്ട്, ഷീ കംസ് ഹിയർ. ഞാൻ അവിടെ പോകാറുണ്ട്, ഐ ഗോ ദർ. ഞങ്ങൾ ചായ കുടിക്കാറുണ്ട്, വി ഡ്രിങ്ക് ടീ. ഞങ്ങൾ ചായ കുടിക്കാറില്ല, വി ഡു നോട്ട് ഡ്രിങ്ക് ടീ. നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ? നീ എൻ്റെ കൂടെ വരുന്നില്ലേ? ഡോണ്ട് യു കം വിത്ത് മീ? നീ നാളെ വരുന്നില്ലേ? ഡോണ്ട് യു കം ടുമോറോ? നീ നാളെ വരുന്നില്ലേ? അല്ലേ? അവൾ പരീക്ഷ എഴുതുന്നില്ലേ? ഡസൻറ്റ് ഷി റൈറ്റ് ദി എക്സാമിനേഷൻ? നിങ്ങൾ പുസ്തകം വായിക്കാറുണ്ടോ?
ഡു യു റീഡ് ദ ബുക്ക്? അവൻ അവിടെ വരാറില്ലേ? ഡസിൻ കം ദർ? അവൻ അവിടെ വരാറില്ലേ? നിങ്ങൾ പാട്ട് പാടാറുണ്ടോ? ഡു യു സിംഗ് ദ സോങ്? അവർ അതിരാവിലെ എഴുന്നേൽക്കാറില്ലേ? ഡോണ്ട് ദേ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? അവൻ എന്തു പറയുന്നു? വാട്ട് ഡസ് ഹി സേ? നീ എന്താ ചോദിക്കുന്നത്? വാട്ട് ഡു യു ആസ്ക്? അവർ എവിടെ താമസിക്കുന്നു? വേർ ഡു ദേ ലിവ്? നിങ്ങൾ എങ്ങനെ അവിടെ ജോലി ചെയ്യുന്നു? ഹൗ ഡു യു വർക്ക് ദർ? അവൻ എന്ത് സംസാരിക്കുന്നു? വാട്ട് ഡസ് ഹി സ്പീക്ക്? കണ്ടോ, ഈ ഷീ ഇറ്റ് നെയിമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഡസ്സാണ് വെക്കുന്നത്. അയ്യോ ദേവി വരുന്നപ്പോൾ മാത്രമേ ഞാൻ ഡൂ വെക്കുന്നുള്ളൂ. അത് മറന്നു പോകാൻ പാടില്ല. ഈ ഷീറ്റ് നെയിം അത് അതിൻ്റെ മുന്നിലായാലും പിന്നിലായാലും അത് തന്നെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാഗവും അത്തരത്തിലുള്ള ക്ലാസ്. ഇതുപോലെ എല്ലാ ടെൻസിൻ്റെ കൃത്യമായ ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അത് നിങ്ങൾ കേൾക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, കമൻറ്റ് ചെയ്യുക. മനസ്സിലായോ? അത് വളരെ ഒരു നമ്മളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇത് കണ്ട് മാത്രം അങ്ങ് പോകരുത്. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് വിടുക. നന്നായാലും നിങ്ങൾക്ക് പറയാലോ, നന്നായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് പറയാം. മനസ്സിലാവുന്നില്ലെങ്കിലും പറയാം. കുറച്ച് ഭാഗം കൂടി ഇങ്ങനെ ചില ഏതെങ്കിലും ഭാഗങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് പറയണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ക്ലാസ് ഒന്നുകൂടി ക്രോഡീകരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നത്. ഇപ്പോൾ നമ്മൾ പാർട്ട് 1 പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാർട്ട് 3 ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 4th പാർട്ടായിട്ട് വീണ്ടും വരും. എല്ലാ വീഡിയോകളും നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, മറ്റു ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അത് കൂടുതലായിട്ട് പല ആൾക്കാർക്കും അത് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. അതാണ് നിങ്ങൾ ഇതിനോട് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, സി യു, ഓൾ ദ ബെസ്റ്റ്.